ആഹാ എന്താ പരിപാടി? 1 2 3 4 5 6 സൂപ്പർ. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് മൈൻ. എൻ്റെ തലയിലിരിക്കാൻ അലോവീറായിട്ടേക്ക്. അയ്യോ, എന്നെ കാണാൻ എന്തൊരു കോമഡിയല്ലേ. ഇനി ഞാനൊരു സംഭവം കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എടുക്കുവാണെങ്കിൽ ഷോ ഇൻ മൈ ദിസ് വ്ളോഗ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാം. അഞ്ചൂർ നാളെ കോളേജിൽ കൊണ്ടുപോകാനായിട്ടോ ഇത് വേണമെന്ന് പറഞ്ഞു, സോയാ ചങ്ക്. അപ്പം നോക്കിയപ്പോൾ ഇവിടുത്തെ സോയാ ചങ്ക് തീർന്നു പോയി. അങ്ങനെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്യുമ്പോൾ അത് മാത്രം ഓർഡർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ 1-2 ഐറ്റംസ് കൂടെ വാങ്ങി. പിന്നെ എനിക്കിവിടെ കടയിൽ നിന്ന് ഏത്തപ്പഴം കൊണ്ടുവന്ന ഏത്തപ്പഴം കേടായിരുന്നു. അങ്ങനെ ഞാൻ അതിനെ കൊടുത്തു വിട്ടിട്ട് പകരം ഒരെണ്ണം വാങ്ങി. ഡ്രൈവർ ഇവിടെ വെച്ചിട്ട് പോയി ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, കം. അമ്മക്കുട്ടി ഇതോ ഇരിക്കുന്നു. സുഖമില്ലാത്തതുകൊണ്ട് കുറേ ദിവസമായി അമ്മു ജിമ്മിൽ പോയിട്ട് സൂംബയ്ക്ക് പോയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരാരും എവിടെയും പോകാതെ ഇവിടെ ഇരുന്നാൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ അടുത്ത ഒരു ഷൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. സാംസങ്ങിൻ്റെ ഷൂട്ട്. അമ്മുവിന് വൈറൽ ഫീവർ വന്നിട്ട് വെയിറ്റ് വല്ലതും കുറഞ്ഞോ? അമ്മു ഹാപ്പി ആയിരിക്കും അല്ലേ? എപ്പോഴും പനി വന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു വെയിറ്റ് കുറവുണ്ട്. പിന്നെ കുറെ ഗുണവശങ്ങൾ, എല്ലാത്തിനും ഗുണവശം ഉണ്ടല്ലോ. രാത്രി ഒരുങ്ങി മേക്കപ്പും പൗഡറും പൊട്ടും ഒക്കെ തൊട്ട് എവിടെ പോകുന്നു? പൊട്ട് തൊടാൻ മറന്നു, ബാക്കിയെല്ലാം ഓക്കെ. പൗഡർ ഇട്ടു. എങ്ങോട്ടാ? നമ്മുടെ ഫ്രണ്ട് പുള്ളി വന്നിരിക്കുന്നു, പുള്ളിയെ കാണാൻ പോകുന്നു. ഞാനേ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അമ്മുവിനെ പറ്റി, പിള്ളേരെ പറ്റിയൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ഇങ്ങനെ താഴെ വന്ന് പല കാര്യങ്ങളും എഴുതുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും എല്ലാവരും വ്യത്യസ്തരാണ്. ഞാൻ അമ്മുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ അവിടെ ചെറുതായിരുന്നപ്പോഴത്തേക്ക് നിനക്ക് ഓർമ്മ ഉണ്ടാവും. അതായത് നിന്നേക്കാൾ ഇഷ്ടം എന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, എനിക്ക് പോകാൻ പറ്റില്ല. കാർ എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കാറ് ഞാൻ പതുക്കെ ന്യൂട്രലാക്കി പുറത്ത് കൊണ്ടുപോയിട്ട് പിന്നെ സ്റ്റാർട്ടാക്കി ഓർക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മുവായിരുന്നു നമ്മുടെ ലൈഫിലെല്ലാം. അപ്പോൾ ഈ ആദ്യ മക്കളുണ്ടായവർക്ക് ഒരു സംഭവം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പണ്ട്. എൻ്റെയും മഹാനയുടെയും പ്രായം ഒന്നാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അതിനൊരു കാരണമുണ്ട്. അതായത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ജനിക്കുന്നത് വരെ ഞാൻ എന്താണ് ഒരു ഭർത്താവായിരുന്നു, അല്ലെങ്കിൽ ഒരാളായിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നു. നീ എന്ന് ജനിച്ചോ അന്നാണ് ഞാൻ അച്ഛനാവും. അപ്പം ഞാൻ അന്ന് എഴുതിയതാണ് എന്നിലെ അച്ഛനും അഹാനയുടെയും ഏജ് ഒന്നാണ്. സോ അഹാന ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസം അയക്കാൻ എൻ്റെ ഫാദർഷിപ്പ് എന്നൊരു സാധനം അതും ആഘോഷിക്കാറുണ്ട്. നീ മദർ അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഇറ്റ്സ് നൈസ് ആക്ച്വലി. നമുക്കൊരു എങ്ങോട്ട് മാത്രമല്ല, ഈ പിള്ളേരുമായിട്ടൊക്കെ ഇടപെടുന്നത് ഞാൻ എപ്പോഴും പറയാറില്ലേ, പിള്ളേരൊക്കെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ, പൂർവ്വജന്മത്തിൽ നമ്മുടെ ഒരു കണക്ഷൻ ഉണ്ട്. പലപ്പോഴും തോന്നുന്നു നമുക്ക് സിസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ അമ്മ വലുതായപ്പോൾ എനിക്ക് തോന്നുന്നറിയും, ഞാൻ പണ്ട് അമ്മ ചെറുതിൽ എന്നെ ഓർക്കുന്നുണ്ട്, എന്നെ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നു. അതാ കോളനിയിലെ പിള്ളേരൊക്കെ വിളിക്കുന്നുണ്ട്, നീ എന്നെ ചേട്ടാന്ന് കിച്ചു ചേട്ടാ. അപ്പം ഞാനും വെച്ച് ഹാപ്പി. എടാ, ഒരു 3 വയസ്സുള്ള ഒരു കൊച്ച് നമ്മളെ ചേട്ടാന്ന് വിളിക്കും. വെളിയിൽ നിൽക്കുന്നിടത്ത് നമുക്കൊരു 10 വെച്ച് ഡിം അങ്ങോട്ട് കുറയും. അത് സുഖം. ഈ അസൂയ താങ്ങാൻ വയ്യാതെ സിന്ധു എല്ലാം അവിടെ പറഞ്ഞ് തെറ്റിച്ച് നിന്നെ കൊണ്ട് വീണ്ടും അച്ഛൻ വിളിച്ചു. പിന്നെ സത്യം അതാണ് പിന്നെ അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും തോന്നുന്നു ഓസി ഇഷാനി എല്ലാവരും നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കണക്റ്റഡ് ആയിരുന്നു. കാരണം പലപ്പോഴും ഓസിയൊക്കെ ബിഹേവ് ചെയ്യുന്ന കണ്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് ഒരു ബ്രദറിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന, ഒരു ഫ്രണ്ടിൻ്റെ ബിഹേവ്. പക്ഷെ അമ്മുവിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ ചെറപറ വരുന്നത് വരെ അമ്മു നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. പെട്ടെന്ന് ഈ പിള്ളേർ വന്ന്, അതും 1-ലധികം 2-ലും പിള്ളേർ വന്നപ്പോൾ അമ്മു ഒരു ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മകളിൽ നിന്ന് പതുക്കെ ഒരു പാരൻ്റ് എന്നുള്ളൊരു ഇതായിപ്പോയി അമ്മുവിന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് അവിടെ പ്രായത്തിനേക്കാൾ പക്വത കാണിക്കുമ്പോൾ ഈ സഹോദരങ്ങൾ ഞാനിങ്ങനെ ഇത് ആലോചിക്കുമ്പോൾ അമ്മ കഴിഞ്ഞ നമ്മുടെ അനിയത്തിയല്ലായിരുന്നു, എൻ്റെ ചേച്ചിയാണെന്നുള്ളത് ഭയങ്കര ചിന്തയുടെ ആള്. ഇറ്റ്സ് എ നൈസ് ഫീൽ ആക്ച്വലി. കാരണം നിന്റെ വ്ളോഗും ഓരോരുത്തർ കാണുമ്പോൾ പറയുന്നത് പറയുമോ, വെറുതെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് വ്ളോഗ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ ഇപ്പോൾ നിന്റെ വ്ളോഗ് എന്ന് വെച്ചാൽ യു ടേക്ക് ലോഡ് ഓഫ് ടൈം, ലോഡ് ഓഫ് തിങ്കിങ്, അതിനകത്തൊരു എന്താ പറയുക ബ്രെയിൻ മൈൻഡ് അപ്ലൈ ചെയ്ത് എന്നിട്ടാണ് എടുക്കുന്നത്. അതിന് അതിൻ്റെതായ വ്യൂവേഴ്സ് ഉണ്ട്. ഓസിയുടെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇപ്പം നിൻ്റെ വ്ളോഗിനെ പറ്റി പലരും പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അഹാനയുടെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ലൈക്ക് എ മൂവി, അല്ലെങ്കിൽ വെൽ ടേക്കൺ ആണ് അതിൻ്റെ എഡിറ്റിങ്. എങ്ങനെ ഓസി എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു രീതിയാണ്. കാരണം
അവൾക്ക് അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇരിക്കും. വീട്ടിലാരെങ്കിലും അടുക്കളയിൽ ഒരു മാങ്ങ കിട്ടുന്നു, മാങ്ങ കിട്ടി കഴിഞ്ഞാൽ അതെടുത്ത് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് അവൾ പറയും ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്, ഞാൻ കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്, എത്ര സുന്ദരം എന്ന് പറഞ്ഞും ഉണ്ടാകും. അപ്പം നമ്മുടെ ഇത് എന്തോ തന്നെ ബോസ് ഒരു കണ്ടന്റ് വേണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മളിത് പറയുമ്പോഴും ഞാനൊരിക്കൽ ഏത് എയർപോർട്ടാണ് ചെന്നൈ മുംബൈയിൽ ഇരിക്കുമ്പോൾ ഒരു എയർ ക്രൂ പോകുന്നു, ക്യാപ്റ്റനും ക്രൂവും പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ ക്യാപ്റ്റൻ തിരിഞ്ഞു നോക്കി, ഏയ് ഓസിയുടെ അച്ഛനല്ലേ എന്നെടുത്ത് ചോദിക്കുക. അപ്പോൾ ഞാനത് മലയാളത്തിൽ ചോദിക്കും. അപ്പോൾ ഞാനത് എൻ്റെ പേര് ഷാജി, ഞാൻ ഗോ എയറിലെ ക്യാപ്റ്റനാണ്, ഇന്ന് ഞാൻ ഏത് ഫ്ലൈറ്റ് പോകും, ഞാൻ ഇന്ന് ഞാൻ തന്നെ ഇന്ന് ഫ്ലൈറ്റ് എടുക്കുന്നതെന്ന് ഞാൻ പൈലറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും പുള്ളിയും കമ്പനിയായി കൂട്ടായി. അപ്പോഴാണ് പുള്ളി എന്ന് പറയുക, ഞാൻ ഓസിയുടെ എല്ലാം കാണും, എനിക്ക് ടെൻഷൻ അടിച്ചൊന്നും കാണാൻ ഇഷ്ടമല്ല, ഒരു ഏജ് ആയപ്പോഴത്തേക്ക് റിലാക്സ് ചെയ്യണം. ആ ഓസിയുടെ വീഡിയോ ഉണ്ടല്ലോ ഞാൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഫ്ലൈറ്റ് ഒന്ന് സ്റ്റഡി ആയി കഴിഞ്ഞാൽ അതിൽ ഇരുന്ന് കണ്ട് ഞാൻ ചിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എവ്രിബഡി ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ റോട്ടിൽ ഓരോരുത്തരെ കാണുന്നില്ല, യൂട്യൂബിൽ ഓരോരുത്തരുടെ വീഡിയോസ് കാണുന്നു. എവ്രിബഡി അവരുടെ അകത്തൊരു ജീനിയസ് ഉണ്ട്. നമ്മളത് എൻജോയ് ചെയ്യാൻ പഠിച്ചാലുണ്ടല്ലോ യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ വ്യത്യസ്തരാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനെ സംസാരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചില വീട്ടിൽ ചിലർ പഠിക്കും, ചിലർ പഠിത്തത്തിൽ കുറവായിരിക്കും. ഞാൻ എപ്പോഴും പറയും നോർമലായിട്ട് കണ്ടത്. കാരണം എൻ്റെ അടുത്തൊക്കെ ഇന്ന് 86-ാമത്തെ വയസ്സായപ്പോൾ ആരും ചോദിക്കുന്നില്ല, കൃഷ്ണകുമാരൻ SSLCക്ക് എത്ര മാർക്കായിരുന്നു, നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു, അതൊന്നും ലൈഫിലൊന്നുമല്ല. ഈ ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ എപ്പോഴും പറയും പിള്ളേരെ വലുതായിട്ട് പഠിക്കാൻ വേണ്ടി ഒന്നും പ്രഷറൈസ് ചെയ്യരുത്. നന്നായിട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികൾ ഡൂയിങ് വെൽ ഇൻ ലൈഫ്. ഞാനതല്ലേ പറഞ്ഞത്, പഠിത്തം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം എന്നറിയോ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഉദാഹരണം വീട് റിപ്പീറ്റ് ചെയ്യാം. പഠിച്ച 100 പേരെയും പഠിക്കാത്ത 100 പേരെയും നമ്മൾ എടുക്കുക. ഈ പഠിക്കാത്ത 100 പേരിൽ ചിലപ്പോൾ കുറച്ച് പേര് സ്പോർട്സിൽ എക്സൽ ചെയ്യും, ചിലർ മേ ബി രാഷ്ട്രീയത്തിൽ എക്സൽ ചെയ്യും. ഇത് കണ്ട് അപ്പോൾ ഇതിനകത്ത് 90 പേര് എവിടെ പോയി നടക്കും? 10 പേരാണ് ഈ പഠിക്കാതെ നടക്കുന്നതിനെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നത്. അവരെ കണ്ടിട്ട് ഇവരെ കണ്ടില്ലേ നമ്മളതിനെ പഠിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ നേരെ തിരിച്ച് പഠിച്ച 100 പേരെ എടുക്കുക, അതിൽ 90% പേരും നല്ല പൊസിഷൻസിലായിരിക്കുന്നത്. 10 പേര് കയ്യിലിരിപ്പ് കൊണ്ടോ തലയിലെടുത്തുകൊണ്ടോ മോശമായി പോകും. അതുകൊണ്ട് പഠിത്തത്തെ പറ്റി ഒരിക്കലും മോശം പറയില്ല. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഒരു നമ്മുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്. ആർക്കും മോട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ തന്നെ അമ്മ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, അതിൽ പോയി PG എടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി, ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഷീസ് അതിനെപ്പറ്റി എഡിറ്റിങ്ങിനെ പറ്റി എല്ലാം ഡയറക്ഷനെ പറ്റിയെല്ലാം എവറിത്തിങ് ഷീ നോസ് വെരി വെൽ. ഇപ്പോൾ നിങ്ങളെ തന്നെ പഠിപ്പിച്ചു, ഷീസ് ആൻ എക്സ്പേർട്ട്, പഠിപ്പിക്കും തോറും നിങ്ങളത് പഠിച്ചെടുത്തു. അപ്പോൾ പഠിത്തം എന്ന് പറഞ്ഞൊരു സാധനം അതിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞൊന്നും അങ്ങനെയല്ല, ഈ പ്രഷർ ഇടരുതെന്ന് പറയാം. ഈ കണക്കും സയൻസും മാത്രമല്ല, അതിനപ്പുറത്ത് വേറൊരു ലോകമുണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ബ്രെയിൻ്റെ ഓരോ ഭാഗം ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹാപ്പിനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അല്ലേ അമ്മ? അമ്മ ഇപ്പം സംസാരിക്കുന്നേ അമ്മ ഡള്ളായിട്ടിരിക്കുക. അതല്ല, ഞാനും അമ്മും പണ്ട് കാറിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ സൈഡിൽ ഇരിക്കും, അമ്മ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ 2 വയസ്സ് അമ്മുന് ബെൽറ്റ് എന്നിട്ട് അച്ഛാ അപ്പൊ ഞാൻ എന്നിട്ടെന്ന് മാത്രം ഇട്ടാൽ മതി. ബെൽറ്റ് ഒന്നും ഒരാൾക്ക് ഇടാൻ പറ്റില്ല. നേരെ ഇന്നവര് ഇങ്ങനെ ചാരി ഇരിച്ച് കൊണ്ടുപണിയാണ്. അല്ല എസ്റ്റീമില് അവിടെ അവിടെ ഇരിക്കും. അപ്പോൾ സിന്ധു പ്രസവിച്ച് അവിടെ കിടക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ആശുപത്രിയിൽ അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്ക് അമ്മു സൈഡിൽ ഇരിക്കും. അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുമ്പോൾ എന്നിട്ട് അച്ഛാ സംഭവം അവരിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് സോ ഇൻട്രസ്റ്റിംഗ്. അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ കുട്ടി എന്ന് പറയുക എവറിത്തിങ് ഒരു നമ്മളൊരു അന്തംവിടലാണ്. ഇതെന്താ ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്, പാരന്റ്സ് പഠിക്കുന്നത് ഇന്നതൊന്നുമില്ല. അങ്ങനെ അമ്മൂനെ പൂമുഖത്തിൽ കൊണ്ടുവരുത്തും. അച്ഛനെ പൂമുഖത്തിന് അമ്മൂനെ 6-7 വയസ്സുണ്ട്. ആയിക്കോട്ടെ, അപ്പോഴും എന്തെന്നറിയോ, ഒന്നും അറിയില്ല. ചുമ്മാ ആരെങ്കിലും ലൈൻ വന്നാൽ ലൈവായിട്ട് നീ സംസാരിച്ചോ, ടോപ്പിക് ഒന്നും അറിയില്ല നിനക്ക്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ സംസാരിക്കുക, നീ എൻ്റെ അടുത്ത് ചോദിക്കാറില്ല അച്ഛൻ എന്ത് പറയണം. സംതിങ് നീ ആലോചിച്ചിട്ട് എന്തെങ്കിലും പറയും. ഹലോ അമ്മു ആണേ എന്നാ നീ പറയുന്നത്. ഹലോ ഞാൻ അമ്മുവാ. അത് ഇവരൊക്കെ കളിയാക്കും, വിശാലിയൊക്കെ. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. അമ്മൂന് ഇവിടുത്തെ എല്ലാ ഹോട്ടൽസിന്റെ ഒക്കെ ലൈറ്റ് കാണുമ്പോ അത് 1 വയസ്സ് കഴിഞ്ഞപ്പോഴേ അറിയാമായിരുന്നു. അത് ഹോട്ടൽ സൗത്ത് പാർക്ക് ഒരിക്കൽ നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്ക് ഭക്ഷണത്തിനോട് അമ്മൂന് കാരണം എന്ത് കൊടുത്താലും എത്ര കൊടുത്താലും കഴിക്കും. ദാറ്റ് ഈസ് അനദർ ഒരു ഭാഗ്യം എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ഭക്ഷണം തന്നാലും അത് കഴിക്കുക. അത് പച്ചക്കറി ആയിക്കോട്ടെ, അത് നോൺ വെജ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് നിറച്ച് കഴിക്കുകയും ചെയ്യും. നീ കഴിക്കുന്ന ഭയങ്കര ഭംഗി. അത് ചിലരുണ്ട്
പണ്ട് അംബിക ചേച്ചി ഓർക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്ന രീതി? ആക്ട്രസ് അംബിക ചേച്ചി ഭക്ഷണം കഴിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം നിറച്ച് കഴിക്കും, ഭയങ്കര ഭംഗിയായിട്ട് കഴിക്കും. അതുപോലെ നീ മനസ്സറിഞ്ഞ് കഴിക്കും. ഇപ്പോൾ ഇഷാനി എന്ന് വെച്ചാൽ ഓസിക്കുന്ന വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും എടുത്ത് ചറപറ കഴിക്കുക പോവുക. ഇഷാനി എന്ന് വെച്ചാൽ സ്ലോ മോഷൻ. അതിനകത്ത് എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതെ ഇഷാനിക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കുമ്പോ എനിക്ക് വെജിറ്റബിൾസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ബീൻസ് മാറ്റി വെക്കും. അവൾ 1 മണിക്കൂർ ഇരുന്ന് വെജിറ്റബിൾസ് മാറ്റും, എല്ലാം മാറ്റും. എനിക്ക് ആലോചിക്കാൻ വയ്യ. അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. കാരണം ഓരോരുത്തരുടെ വായുടെ ഓരോ രുചികളുണ്ട്. ഹൻസ് പാവം, ഹൻസ് നന്നായിട്ട് കഴിക്കുമായിരുന്നു. അമ്മു കഴിക്കുന്നായിരുന്നു ഒരു കല. അമ്മന് ഹോട്ടലിൽ പോകാൻ എന്ത് ഇഷ്ടമായിരുന്നു, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ. പെട്ടെന്നാണ് അമ്മുവിന്റെ ഒരു സൈഡ് സൈലന്റ് ആയി, കാരണം മറ്റേ ഐറ്റങ്ങൾ വന്നു. പക്ഷെ അതും അമ്മു എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം പ്രത്യേകിച്ച് ഹൻസികയും കൊണ്ട് നടക്കുമായിരുന്നു. എല്ലാരെയും അമ്മ എടുത്തിട്ടുണ്ട് ആക്ച്വലി അല്ലേ. ഇഷാനിയാണ് ഒരു രാജ്ഞിയായിട്ട് ഇങ്ങനെ നടന്നു. പെട്ടെന്നാണ് 5 കൊല്ലം വരച്ച് നിന്നപ്പോഴാണ് ഹൻസികയുടെ ഒരു വരവ്. അതുവരെ ഇഷാനി ഞാൻ കഴിക്കില്ല, അത് ചെയ്യില്ല. അപ്പൊ നമ്മളെല്ലാവരും കാണാനും അവിടെ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഹൻസികയുടെ വരവ് സുഖിപ്പിക്കുന്നു. പക്ഷെ ഹൻസിക ഇഷാനി ആക്ച്വലി ഓസിയുടെ വാലായിരുന്നു കുറെ നാൾ. ഓർക്കുന്നുണ്ടോ? 2 ഒന്നാ പലരും ട്വിൻസാണ്. പെട്ടെന്ന് ഹൻസിക വന്ന് ഏതോ സ്റ്റേജിൽ ഹൻസിക ഇഷാനിയുടെ ആളായിപ്പോയി. ഓർമ്മയുണ്ടോ? ഹൻസിക കരഞ്ഞു പുറമെ ഇഷാനി പോവും, അമ്മേ ഞങ്ങളെ കൊണ്ടുപോകണം. ഇഷാനി കരയുമ്പോ ഹൻസിക പിന്നാലെ നടന്ന് കരയും. മറന്നു തുടങ്ങിയല്ലോ. സോ നൈസ്. ഓക്കെ അമ്മ, ജോലിപ്പെട്ടു. നമുക്കൊരു ട്രിപ്പ് അടിക്കും. ഇവരൊന്നുമില്ല. പണ്ട് നമ്മൾ തിരുനെൽവേലിയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം. അപ്പൊ ഞാന് നീ ക്യാമറ ഓപ്പറേറ്റർ. അയ്യടാ, അല്ല ഞങ്ങൾ തിരുനെൽവേലിയിൽ കാറിൽ പോയി. നമ്മൾ രണ്ടുപേരല്ലായിരുന്നോ നീ ഡ്രൈവ് ചെയ്ത് പോയത്? നിങ്ങൾ രണ്ടുപേരും ഒരിക്കൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം കണ്ണിന്റെ ഇതിന് പോയപ്പോ. അല്ലാതെ നിങ്ങൾ ഒരിക്കൽ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു ഹസീനയുടെ അവിടെ. നമ്മൾ രണ്ടുകൂടെ പോയത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാറിലെ വീഡിയോ ഈ അടുത്ത കാലത്ത് എവിടെയോ ഞാൻ കണ്ടു. അന്ന് അമ്മ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. അമ്മ ഡ്രൈവ് ചെയ്ത് ഞാൻ അമ്മൂനെ ഇത് വിളിക്കുന്നത്. അമ്മ ആദ്യമായിട്ട് കുറച്ചു നേരം ഡ്രൈവ് ചെയ്തു. കുറച്ചു നേരം അല്ലേ? ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ എന്റെ വീഡിയോ കണ്ടു. ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാനത് എടുത്ത് എങ്ങോട്ടോ ഫോൾഡറിലോട്ട് ആക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഞാൻ തപ്പി എടുത്തില്ല. എൻ്റെ ഉള്ളത്. അപ്പൊ ഞാൻ അമ്മ ട്രാക്ക് പിടിക്കുക, ഈ ട്രാക്കിൽ ഒരു ട്രാക്കിൽ പോയാൽ ട്രാക്കിൽ പോകണം, ഒരു വീൽ അപ്പുറത്ത് പോയെന്നൊക്കെ പറയുമ്പോൾ അമ്മ ചോദിക്കും ഞാൻ അപ്പുറത്തല്ലല്ലോ, ഞാൻ ഇതിനെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴും കണ്ണിന്റെ ഇതിന് പോയപ്പോഴും ട്രെയിനിലാണ് പോയത്. ഇത് ഒരിക്കൽ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ കാറിൽ പോയി. ഇന്നോവയിലായിരിക്കും പോയത്. അമ്മ അത് ഓടിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഉണ്ട്. തപ്പണം. അമ്മ കോളേജ് പഠിക്കുമ്പോൾ 2013 അല്ല 14 ഹസീനയുടെ കുക്കിങ്ങിന്റെ സംഭവത്തിന് പോയ. അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങുന്നു. ഓക്കെ ടാറ്റ ബൈ. നമ്മളൊരു ട്രിപ്പ് അടിക്കും ഉടനെ. ഓക്കെ ഓക്കെ ഡാമോ, ഞാനും വരും. ആലോചിക്കാം, നമ്മളൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. ഈശ്വരാ, കിച്ചൻ എങ്ങനെ? ഞാൻ ഡ്രൈവ് ചെയ്ത കാറ് കിച്ചു ഇരുന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ആൾക്കാർ വിളിച്ച് എന്റെ പരാതി പറഞ്ഞു. എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന അമ്മ ഒരിക്കൽ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി. അപ്പൊ തിരിച്ചു വരുന്ന വഴി നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമുക്ക് അന്ന് അമ്മ കാർ ഓടിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അമ്മ ഒരു പ്ലെയിൻ ഓടിക്കുന്ന പോലെ കേൾക്കുന്നുണ്ട്. അപ്പൊ അമ്മ തിരിച്ച് ഡ്രൈവിംഗ് സാറുമായിട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മളൊക്കെ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഒരു കയറ്റമുണ്ട്. അപ്പൊ കാണുന്ന കാഴ്ച ചുമന്ന സാൻഡ്രോ അമ്മ ഉരുട്ടി കയറ്റുന്നു. നമ്മൾ എന്നിട്ട് വീണ്ടും കാറ് കയറുന്നു, വീണ്ടും കാർ ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ കുറെ നേരം മറ്റേ ഇങ്ങനെ അവസാനം ആ സാറ് പറഞ്ഞു എന്റെ കൂട്ടുകാരെ കുറിച്ച് എന്താ ഇതിന്റെ കാർ നാളില്ലാതെ പോകുന്നുണ്ടല്ലോ. കിച്ചു പൊക്കം കുറഞ്ഞ ആൾക്കാരെ കളിയാക്കരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ വാക്ക് ഉപയോഗിച്ചില്ല. കണ്ടോ, എനിക്ക് പൊക്കം കുറഞ്ഞ എന്താ ഇത്രയും പൊക്കമുള്ള കൊച്ചിനെ കിട്ടിയില്ലേ? തോന്നിക്കട്ടെ ബാക്കില്. ഓക്കെ ബൈ. ഓക്കെ അമ്മ ബൈ. ബൈ. ഇത്ര നേരം സഹിച്ചവർക്ക് അവരോട് നന്ദി, സ്നേഹം. അലോവേറ മിക്സിയിൽ അടിച്ചത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാനത് അമ്മോണ്ട് തലയിൽ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. ഹൻസുവിന് വേണോ? ഞങ്ങളുടെ അടുത്ത് അലോവേറ ഞാൻ തീരെ യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും, പിന്നെ ഒന്ന് മടി. ഇന്ന് ഞാൻ 2 വലിയ പീസ് എടുത്തിട്ട് വന്നു.
മിക്സിയിൽ അടിച്ചെടുത്തു. അങ്ങനെ അടിക്കാൻ മിക്സി എടുത്തപ്പോൾ നോക്കിയപ്പോൾ മിക്സിയുടെ അടപ്പ് പൊട്ടിയിരിക്കുന്നു. ഇതാരും താഴെയിട്ട് പൊട്ടിച്ചു. ഓക്കെ ഹൻസു, താങ്ക് യു. ഡിന്നർ കഴിച്ചോ ഹൻസു? No, not yet. അങ്ങനെ റംബൂട്ടാൻ വെട്ടി ഇത് കിച്ചു കവറിൽ കെട്ടി വെച്ചിരുന്നു. പക്ഷെ അതിനുള്ളിൽ അണ്ണാൻ കയറി തുടങ്ങി. അങ്ങനെ ഞാനത് എടുത്തിട്ടു. Good morning. Good morning. Hansikutti, where are you? ഇന്ന് നമ്മൾ ഓൺ ടൈമാണ്. ഇന്ന് ബ്ലോക്കേ ഇല്ല. അന്ന് ഇതേ സമയമായിരുന്നു ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നത്. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവും. മഴയായിരിക്കാം, തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കാം. എന്നാലും ഇന്ന് വളരെ വേഗം എത്തി. ഇന്ന് വെയിലുണ്ട്, പക്ഷെ ഒരു ചെറിയ മഴക്കോട് കാണുന്നു. നോക്കിയേ, മഴക്കോളുണ്ട്. ആക്ച്വലി 2-3 ദിവസം അല്ല, ഓൾമോസ്റ്റ് 4-5 ദിവസമായില്ലേ മഴ പെയ്തിട്ട്. കാർമേഘമുണ്ട്. എപ്പോഴെങ്കിലും ഒരു ചെറിയ മഴ പെയ്താൽ കൊള്ളായിരുന്നു. ചൂട് കൂടി തുടങ്ങി. നമ്മുടെ ഈ ഫ്രണ്ട് ഗേറ്റിൽ ഒരു നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ കാണുന്നില്ല. റിട്ടയർ ആയി പോയോ എന്തോ. എന്ത് ആത്മാർത്ഥതയായിരുന്നു പുള്ളിക്ക്. Bye, baby. നോക്കിയ ഇഡലി അരിയാണോ? റോ റൈസോ? ഇഡലി അരി കാണും. മാംഗോ സീസണെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബങ്കനം പള്ളിയാണ് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടം. ഇത് നീലമാണ്. നിങ്ങളൊക്കെ ഏത് പാലാണ് ഉപയോഗിക്കുന്നത്? ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് മുരളിയാണ്. ഹൻസുവിനെ കൊണ്ട് വിട്ടിട്ട് ഞാൻ വന്നു. നമ്മുടെ ഇഷാനി
കുറേ നാളിന് ശേഷമാണ് യൂട്യൂബ് വീഡിയോസ് ഇട്ടത്. ആൻഡ് ഇഷാനിയുടെ വീഡിയോ ട്രെൻഡിങ് 1. ഐ എം സോ ഹാപ്പി. സോ ഇഷാനി ഈസ് ബാക്ക് വിത്ത് എ ബാങ്. ഇനി ഇഷ്ടം പോലെ വീഡിയോസ് ഇഷാനി ഉണ്ടാക്കും. ആൻഡ് ഇഷാനിയുടെ വീഡിയോസ് എന്താണെന്ന് അറിയില്ല, ഇഷാനി എപ്പോൾ ഇട്ടാലും ഇഷാനി എപ്പോഴും ട്രെൻഡിങ് വരും. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ഹർ. എത്ര നാൾ പാവം വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മയുടെ ചിക്കൻ കറി വീഡിയോ ഹിറ്റായി. ഞാൻ അമ്മയോട് പോയി പറഞ്ഞു, ഇഷാനിയുടെ വീഡിയോ ആണ് ഈ കേരളത്തിൽ ട്രെൻഡിങ് 1 പൊസിഷനിൽ കിടക്കുന്നത്. അപ്പോൾ അമ്മമ്മ ചോദിക്കും, അപ്പോൾ ഇഷാനിക്ക് ഒരുപാട് പൈസ കിട്ടുമോ? ഞാൻ പറയും, ട്രെൻഡിങ് 1 വന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ പൈസ ധാരാളം കിട്ടണമെന്നൊന്നുമില്ല. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് പറയും. അമ്മൂന് ഒരു ഷൂട്ടുണ്ട് ഇവിടെ ഹയാത്തിൽ. അമ്മ ആദ്യം പോവും, ചിലപ്പോൾ ഞാനും കൂടെ പോകേണ്ടി വരും. കുറച്ച് സംഭവം ക്യാമറ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, പക്ഷേ എനിക്കായിട്ട് കുറച്ച് ഷൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഈ ഡ്രാഗണൊക്കെ ഇന്നലെ ഞാൻ എടുത്ത ഷോട്ടിനേക്കാൾ ഇന്നിപ്പോൾ കുറച്ചുകൂടെ റെഡായിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. കാണണോ? കാണിച്ചു തരാം. നെയ്ബറിൻ്റെ അവിടെയുണ്ട്. പിച്ചു എവിടെയെങ്കിലും ഓടിപ്പോകുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് പറിക്കാൻ പറയണം കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏണിയൊക്കെ ഇട്ട് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടെന്നുള്ളവർക്ക്. സൂപ്പർ, സോ ബ്യൂട്ടിഫുൾ. ഓസിയുടെ കല്യാണത്തിൻ്റെ 1-2 ഡ്രസ്സുകൾ എൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാനാണ് ഞാനവിടെ ശാന്തിനിയിൽ വന്നത്. കാറിപ്പുറത്ത് പാർക്ക് ചെയ്തേക്കും. സ്വീറ്റ് പൊട്ടേറ്റോ വാങ്ങാൻ ഞാൻ വീണ്ടും സുപ്രീമിൽ വന്നു. എന്താ ഓസി അത്? ഇതാണ് ഓസിൻ്റെ അമ്മ ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതൊരു വീട്ടിലാക്കുന്നതാണോ? സെല്ല് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ കുറേ സമയമുണ്ട്. സമയം എടുത്താണ് ആക്കുന്നത്. വെളിക്കെട്ടാണ് ചെയ്യുന്നത്. ഇത് ചപ്പാത്തികളോട് കഴിക്കാം, ചപ്പാത്തി ഇന്നലെ എങ്ങനത്തെ വാഴക്കപ്പോ കഴിച്ചായിരുന്നു? ഇന്നലെയല്ല, നെയ്യാന്നാ കഴിക്കും. ഞാൻ വീട് കിട്ടോ വെല്ലിഞ്ഞു ഗോതമ്പ് മാവ് വെച്ചാക്കിയോ. ഞാൻ അതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ആലോചിച്ച് കൊതിയാവുന്നു. ഇവിടെ നമ്മളൊന്ന് കഴിക്കട്ടെ. എനിക്ക് തിന്നാനാണ് ഇപ്പം ഇഷ്ടം. നിങ്ങൾ ആക്കിക്കോ, ഞാൻ തിന്നോളാം. നോക്കാം. ഗോതമ്പ് മാവും മഞ്ഞപ്പൊടിയും കുറച്ച് പഞ്ചസാര, എന്നിട്ട് സോഡാപ്പൊടിക്ക് പകരം സോഡാപ്പൊടി, അരിപ്പൊടി ഇതൊക്കെ ഇടുന്നതിന് പകരമായിട്ട് ഇച്ചിരി ദോശമാവും കഴിക്കും. ദോശമാവിനകത്ത് അരിപ്പൊടി ഉണ്ടല്ലോ, അരി വെച്ചാണല്ലോ ആക്കുന്നത്. അതുകൊണ്ട് അതായത് ഈസ്റ്റ് ഉള്ളത് കൊണ്ട് അത് ബേക്കിംഗ് സോഡയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആണ്, സേഫർ സാധനം. അത് നല്ല ഐഡിയ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതാണ് ദോശമാവ് കഴിക്കുന്നത്. അത് പറയുകയും ചെയ്തു ഞാൻ. പക്ഷെ അത് ഞാൻ വിചാരിച്ച ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വരുന്നു. പക്ഷെ ഇതിലും ടേസ്റ്റാണ്. കടയിലൊക്കെ കിട്ടുന്നേക്കാൾ നല്ലത്, ഇവിടെ കടയിൽ കിട്ടുന്നേക്കാൾ നല്ലത്. ഇന്ന് നമ്മുടെ വീട്ടിലെ വാഴയ്ക്കൊക്കെ പൂസിയുടെ വേണം. അതെ, ഇന്ന് കുറേ ഞാനിപ്പോൾ പോവും. എനിക്ക് ചില ഇവന്റിൻ്റെ ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇപ്പോൾ മക്കൾക്ക് പറഞ്ഞ ജ്വല്ലറികളും ഉള്ള അന്ന് ഇന്നലെ മണിയാന്ന് ഒരു പച്ച കളറിലുള്ള മാല, പാലയ്ക്ക
അമ്മൂമ്മയ്ക്ക് അത് വേണം എന്നടാ. പാലക്കയുടെ ഒരു മാല ഇട്ടില്ലേ 2 ദിവസം മുമ്പ്? അത് വലിയ മാല അല്ലല്ലോ, ചെറുത് അല്ല, കുറച്ച് അത്യാവശ്യം ലെങ്ത് ഇത് എവിടെ എവിടെ എവിടെ? ഇതുണ്ട് അവിടെ. അമ്മൂമ്മയ്ക്ക് വേണം എന്ന്. അതിന്റെ ഒരു മാലയാണ് കമ്മലും കൂടെ വെച്ചാലോ ആ കമ്മൽ ഇടുവോ? സെറ്റായിട്ട് അമ്മൂമ്മയ്ക്ക് സെറ്റായിട്ട് ഇടണം എന്ന്. നമ്മളെ വിട്ടങ്ങ് പോകുമല്ല കുടം കിട്ടും. അത് എത്ര ലെങ്ത് ഉണ്ട് ഓസി? ഇത്ര വരും. അപ്പൊ ഒന്ന് അമ്മൂമ്മയ്ക്ക് വിടും. ഐ മീൻ ഓരോന്നല്ല എടാ ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോകാം. ചില ഡ്രസ്സിന് നല്ല അത് എല്ലാ ഏജിലുള്ളവരും വാങ്ങിക്കാറുണ്ട്. യങ് ബോയ്സ് വാങ്ങിക്കും. എത്ര കാശിടാ 10,000 അയ്യോ ഒരുപാട് കാശ് വരും. 1000 രൂപ 2000-നകത്ത്. പറഞ്ഞ ആരെങ്കിലും എവിടെയും കൂടെ തൂക്കിക്കൊണ്ട് പോയാ മോതിരമൊക്കെ കണ്ടിട്ടേ ആ, കയ്യിലെ മോതിരമൊക്കെ കണ്ട് ഇവിടെ പിടിച്ചോണ്ട് പോയാൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. ഓസിയുടെ പേര് നിലനിൽക്കും. ഓസി അത് തീർന്നു പോണേമ്പോൾ 2 എണ്ണം കൊണ്ട്. അത് കൊള്ളായിരുന്നു. അത് അതിപ്പോ സ്വർണ്ണക്കടയിൽ പോലും നല്ല ഭംഗിയുള്ള കിട്ടാറേ ഇല്ല. ഇത് നല്ല ഭംഗിയുള്ളത്. ഞാൻ കണ്ടുവിടെ മക്കളുടെ പറഞ്ഞു നല്ലൊരു മഴയുടെ നോക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഹയാത്തിൽ അമ്മൂന് ഷൂട്ട് നടക്കുക. അപ്പം ഞാൻ അമ്മൂന് വേണ്ടി വേറൊരു സംഭവം ഷൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ വന്നു. ശരി മോനെ, താങ്ക് യു. ക്യാമറയൊക്കെ ആയിട്ടതാ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഹൻസ് കുട്ടിയെ വിളിക്കാൻ പോകണം. കഥ ടീം Just look at my hair. It's really ഭാഗമായിട്ടായിരുന്നു and it's worked wonders for my hair. ശരിക്കും ഒരു must have. ഈ ഹോട്ടൽ റൂമിലിരുന്ന് ഇങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ നമുക്ക് പരിചയമുള്ള കുറേ ഏരിയാസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞാനിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക ഇവിടെ. അമ്മു താഴെ പോയി. ഞാൻ ഇവിടെ അമ്മുവിൻ്റെ ഭാഗം എടുക്കേണ്ട ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അമ്മുവിന് താഴെ കുറച്ച് പോർഷൻസ് എടുക്കാറുണ്ട്. അതിന് ക്യാമറ പീപ്പിളുണ്ട്. അവരുടെ കൂടെ അത് എടുക്കാനായിട്ട് അമ്മ പോയി. ഞാനിങ്ങനെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ ഇങ്ങനെ വളരെ സന്തുഷ്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇന്ന് രാവിലെ എൻ്റെ കൈ മുറിഞ്ഞു, കാണുന്നുണ്ടോ? നെയ്യുടെ പുതിയ ബോട്ടിൽ നെയ്യ് തുറന്നിട്ട് അതിൻ്റെ ഒരു സിൽവർ കളർ സാധനമില്ല എൻ്റെ മുകളിൽ, അതിനെ ഇങ്ങനെ ഇളക്കാൻ ശ്രമിച്ചത് കൈ മുറിഞ്ഞു. നമ്മുടെ ഇവിടെയുള്ള പാക്കേജിങ് ധാരാളം പ്രോഡക്റ്റ്സ് ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല. പലത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അവിടത്തേക്ക് പല പല പ്രോഡക്റ്റ്സും ടിന്നുകൾ ഡബ്ബകളൊക്കെ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഒരിക്കലും നമ്മൾ കൈയൊന്ന് മുറിയാനുള്ള ചാൻസ് തീരെ കാണില്ല. കാരണം ഇവിടെ നമ്മളൊന്ന് കെയർലെസ് ആയ പലപ്പോഴും പല നെയ്യൊക്കെ തുറന്നിട്ട് അതിൻ്റെ ആ സിൽവർ സാധനം നമ്മൾ അല്ലെങ്കിൽ കത്തി വെച്ചൊക്കെ മുറിച്ച് കാണാം. അല്ല നമുക്ക് ഒരിക്കലും അതൊക്കെ പിടിച്ച് പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും ആകാറില്ല കേട്ടോ. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആകണം എന്നാണ് എൻ്റെ ഒരു ഇത്. കൈ മുറിഞ്ഞു, ഭയങ്കര വേദന. രാവിലെ ഹൻസ് കുട്ടിക്ക് വേണ്ടി ഞാൻ ഏത്തപ്പഴം ഫ്രൈ ആക്കാനായിട്ട് നെയ്യ് എടുത്തപ്പോഴും. അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഈ ഇന്നത്തെ അമ്മൂൻ്റെ ഷൂട്ട് വേഗം കഴിഞ്ഞിട്ട് ഹൻസിനെ വിളിക്കാൻ പോയിരുന്നു പ്ലാൻ. പക്ഷേ അത് കഴിഞ്ഞില്ല, ഡിലേ ആയി. അങ്ങനെ ഞാൻ ഡ്രൈവറെ വിട്ടു ഹൻസുവിനെ പിക്ക് ചെയ്യാൻ. ഡ്രൈവർ കറക്റ്റ് 4 മണിയായപ്പോൾ കോളേജ് എത്തി. പക്ഷേ ഹൻസു അത് റിലാക്സ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ സംസാരിച്ചും പറഞ്ഞുമൊക്കെ നിന്നിട്ട് 4:20 ആയപ്പോൾ ഞാൻ വിചാരിച്ച അവരിപ്പോൾ എത്താറായി കാണും. ഹൻസുവിനെ വീട്ടിൽ വിട്ടിട്ട് വിളിച്ചപ്പോൾ ഹൻസ് കോളേജ് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ വേഗം വാങ്ങി നീ വീട്ടിൽ പോകണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. അത് ഹൻസിക കുറേ സോറി എല്ലാം പറഞ്ഞിട്ട് ആൾ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. ടുഡേ വാസ് എ വെരി റിലാക്സ്ഡ് ഡേ. പുതിയ മറ്റേ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സുരാജ് വെങ്ങാറമൂട് ആക്ട് ചെയ്ത നരേന്ദ്രൻസ് ഹണിമൂണാണെന്ന് തോന്നുന്നു ആ പേരുള്ള ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ ഓസിയും കിച്ചും ഇല്ല, ബാക്കി നമ്മളെല്ലാവരും, ഞാൻ, അമ്മു, ഓസി, അല്ല ഇഷാനി, ഹൻസു, ഡാഡി, അമ്മ,
എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മളത് കണ്ടേ. ഇനി 2 എപ്പിസോഡും കൂടെ ബാക്കിയുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എല്ലാവർക്കും, അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചിരിയായിരുന്നു അത് കണ്ടിട്ട്. അതിൻ്റെ ഓരോ സംഭവങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. മലയാളം യൂഷ്വലി വെബ് സീരീസൊക്കെ കൂടുതലും ഹിന്ദി ഒരുപാടുണ്ടല്ലോ. അവൾ മലയാളത്തിലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഐ ഹോപ്പ് സം റിയലി ഗുഡ് വെബ് സീരീസ് കം തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണുന്നതിനേക്കാൾ വീട്ടിൽ ഇരുന്നത് പോലെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത് വെബ് സീരീസ് ആകുമ്പോൾ എപ്പിസോഡ് ആകുമ്പോൾ 2 എപ്പിസോഡ് കണ്ടിട്ട് അതിനകത്തേക്ക് ഇത് മതി, നിർത്തിയിട്ട് പോകാം. പിന്നെ ബാക്കി പിറ്റേന്ന് വന്ന് കാണാം. അതൊരു സുഖമാണ്. ഈ അടുത്ത് ഇറങ്ങിയ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വെബ് സീരീസ് ഏതാണ്? എനിക്ക് പഞ്ചായത്തൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടതുകൊണ്ട് വീണ്ടും കണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വെർജിൻ റിവർ ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഞാൻ അതിൻ്റെ അടുത്ത സീസൺ ആകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ് സീരീസ് ഗെയിം ഓഫ് ത്രോൺസാണ്. ഇത് അമ്മ എന്നോട് പറയാം. അപ്പോൾ കിച്ചു ഇപ്പോൾ കുറച്ച് വെബ് സീരീസുകളൊക്കെ കുറച്ചിങ്ങനെ കണ്ടു തുടങ്ങി. അപ്പോൾ അമ്മ അച്ഛനോട് പറയാം ഗെയിം ഓഫ് ത്രോൺസ് കാണാം. അപ്പോൾ ഞാൻ പറയുമോ അത് കിച്ചുവിൻ്റെ ഒരു ടൈപ്പ് ആയിരിക്കില്ല. അത് കാണാൻ ഉള്ളൊരു പേഷ്യൻസ് കിച്ചുവിന് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത്രയ്ക്കും വേണ്ടി സീസണുണ്ട്, അത്രയ്ക്കും വേണ്ടി എപ്പിസോഡ്സ് ഉണ്ട്. ബട്ട് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗെയിം ഓഫ് ത്രോൺസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അമ്മുവാണെങ്കിൽ ഐസ്ലാൻഡിൽ അവർ ഷൂട്ട് ചെയ്ത എക്സാക്റ്റ് വാട്ടർഫോൾസിൻ്റെ അവിടെയൊക്കെ തന്നെ അമ്മുന് പോകാനൊക്കെ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് എവിടെയോ ചെറിയൊരു ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഹോൾ എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീരീസ് ആയിരുന്നു. ഞാൻ 2 ദിവസം മുമ്പൊരു തമിഴ് സിനിമ കണ്ടല്ലോ, മഹാരാജ എന്ന് പറയുന്നൊരു സിനിമ, വിജയ് സേതുപതിയുടെ പടം. ഇറ്റ് വാസ് ഓൾസോ എ നൈസ് മൂവി. ദർ വാസ് സംതിങ് നൈസ് ഇൻ ഇറ്റ്. എവിടെയോ ബിഗിനിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഏതോ ഒരു പോയിന്റിലൊക്കെ എനിക്ക് എവിടെയോ അത്ര അങ്ങോട്ട് എന്തോ ഒരു മിക്സ്ഡ് ഫീൽ വന്നു. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ഇപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് എന്താ കാണിക്കണേ, വാട്ട് ഇസ് ദിസ്, അങ്ങനെയൊക്കെ ഇടയ്ക്ക് വെച്ചവിടെ തോന്നി. പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുള്ളി മെയ്ഡ്. നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സും ട്വിസ്റ്റും എല്ലാം കൊള്ളായിരുന്നു. അതിൽ മറ്റേ അനുരാഗ് കശ്യപ് ഒരു തമിഴ് ആളായിട്ടൊക്കെ നന്നായിട്ട്, ഒരു ഹിന്ദിക്കാരൻ നന്നായിട്ട് ചെയ്തു. ഓൾ ദ മാനറിസംസ് ഓഫ് എ ലോക്കൽ ഒരു തമിഴ് ആളെ പോലെ നന്നായിട്ട് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അഭിരാമി ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അഭിരാമി നമ്മുടെ ഒരു പഴയ ഒരു ഓൾഡ് ട്രിവാൻഡ്രത്തുള്ള ഒരു പരിചയക്കാരിയാണ്. an old friend actually. ഇവിടെ കവടിയാർ ജവഹർ നഗറിൽ നമ്മുടെ ആ പമ്പുണ്ടല്ലോ, ഇവിടെ ഒരു പമ്പുണ്ട്, അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അവിടെയാണ് ആയിരുന്നു അഭിരാമിയുടെ വീട്. ബട്ട് ഐ ഡോണ്ട് നോ, ഇടയ്ക്ക് പിന്നെ അഭിരാമി US പോയിരുന്നു. ഇപ്പോൾ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഷീസ് ബാക്ക് ഇൻ ചെന്നൈ ഐ തിങ്ക്. വെരി സ്വീറ്റ് ഗേൾ. പണ്ട് കിച്ചുവിൻ്റെ കൂടെ ഒരു ടെലി സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അഭിരാമി ആക്ട് ചെയ്തു. ഇറ്റ് വാസ് ലോങ് ഗോ, ലൈക്ക് മച്ച് ബിഫോർ ഇഷാനിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അക്ഷയ് പാത്രം എന്ന് പറഞ്ഞ ഒരു സീരിയൽ ചെയ്ത് അതിലും അഭിരാമി. അപ്പോൾ ഞങ്ങൾ വി വർക്ക് ടുഗെദർ ആ സീരിയൽ. ഇറ്റ് വാസ് ഓൾസോ ലോങ് ബാക്ക്. ഐ തിങ്ക് 1999 1999 end and 2000 some month. Very sweet girl and she acted really well. And ഞാനിങ്ങനെ കേട്ടുകൊണ്ട് പറഞ്ഞു അഭിരാമിയുടെ സൗണ്ട് നന്നായിട്ടാണ് തമിഴ്, ലൈക്ക് അഭിരാമി തമിഴ് സംസാരിക്കുന്ന ആളാണ് വീട്ടിൽ. ഐ തിങ്ക് തമിഴ് ബ്രാഹ്മണാണ്. നല്ല മലയാളവും നല്ല തമിഴ്. അപ്പോൾ അഭിരാമി നല്ല രസമായിട്ടാണ് അതിൽ സൗണ്ട് കൊടുത്തേക്കുന്നത്. വെരി സ്വീറ്റ് വോയിസ്. കുറേ നാളെ വർഷങ്ങളായി, ലൈക്ക് ഐ വിസ് ബി വെരി ക്ലോസ് യുനോ വിത്ത് അഭിരാമിയുടെ അമ്മയൊക്കെ ആയിട്ട്. ഒരുപാട് നാളായി, പിന്നെ കണ്ടിട്ടേ ഇല്ല. നല്ല രസം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ട്രിവാൻഡ്രം സിറ്റി മുഴുവൻ കണ്ടുകൊണ്ടിരിക്കാൻ. എന്ത് ഭംഗിയല്ലേ നമ്മുടെ ട്രിവാൻഡ്രം. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ റോഡെല്ലാം കുളം. അയ്യോ, എൻ്റെ ഹൻസിക്കുട്ടി താഴെ എത്തി, എന്നെ ഫോൺ ചെയ്യുന്നു. ഞാൻ കോളൊന്ന് എടുക്കട്ടെ. ഹായ്, വെൽക്കം. ഹായ്. എന്താ പറയില്ല കേട്ടോ, നല്ല വഴക്കൊക്കെ കിട്ടി. How was your punishment? കൊള്ളാല്ലേ ബേബിയുടെ ഡ്രസ്? നീ എന്താ സമയത്ത് കോളേജിൽ നിന്ന് ഇറങ്ങാത്ത? ആദ്യമായിട്ട് ഒരു നല്ല ദിവസം കോളേജിൽ കിട്ടിയപ്പോൾ വേസ്റ്റ് ആക്കണത്. ഇവിടെ നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ട് ഹയാത്തില്? പണ്ടത്തെ ടാജായതിപ്പോൾ വന്നിട്ടുണ്ട്. ഐ മീൻ ഇപ്പം അമ്മ ലൈക്ക് ഷൂട്ടിംഗ് ഓർ സംതിങ്. നിനക്ക് ഇവിടെയല്ലേ അതും ഇതൊക്കെ ഷൂട്ട് ചെയ്ത്, ഡാൻസിൻ്റെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയല്ലേ? റൂമിൽ വന്നില്ലല്ലോ. റൂമിൽ വന്നിട്ടില്ല, ഞാൻ വന്നിട്ടുണ്ട്. നോക്കമ്മ എന്താ മൂക്കിലെ കുരു കാരണം മൂക്കൊക്കെ ചുമന്നിരിക്കുന്നു. നൈസ് നൈസ്. യാ, പ്രിറ്റി. കണ്ടു കഴിഞ്ഞാൽ
ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ കിളി ഇവിടെ വന്നിരുന്നു, ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഈ സാധനം എടുക്കുമ്പോഴത്തേക്ക് റോബിൻ മാറ്റി പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ശബ്ദം വരുന്നത്. നല്ല രസമാണ്. കുയിലിനേക്കാൾ ഭംഗിയായിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കും. എനിക്കത് അവിടെ എവിടെയും കൂട് വെച്ചിട്ടുണ്ട്. ദേ ആർ സോ ഹാപ്പി ഹിയർ. ഭയങ്കര ഫ്രണ്ട്ലി ആവുന്നൊരു കിളിയാണ്. ഇന്നലെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ വീഡിയോ അതിനകത്തിടാം. സോ ഗുഡ് ആക്ച്വലി. നമ്മളിങ്ങനെ പൂച്ച, പട്ടി, കിളികൾ, പാമ്പാണ് നമ്മുടെ ഏറ്റവും കൊണ്ട് വരുന്നത് അല്ലേ? ഇന്നാളോട് ഒരു പാമ്പ് വന്നു. അത് ഇന്ന് ഗാർഡനറെ വിളിച്ചേ പറ്റൂ. ഗാർഡനർ ഫോൺ എടുക്കുന്നില്ല. രാത്രി സമയത്ത് വിളിക്കണം. അപ്പോൾ അവർ ജോലി കഴിഞ്ഞ് വീടെത്തി. ഒന്ന് ട്രൈ ചെയ്തിട്ട്. ഓക്കെ. അവന് മറ്റേ മാംഗോസ് അല്ല ഡ്രാഗണിൻ്റെ അവിടെ നെറ്റിട്ടോ പയ്യുന്നില്ല. പതുക്കെ കവർ ചെയ്ത് പോലെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഇടണം, എന്നാലേ പറ്റും. അവിടെ ഇട്ടോട്ട് കാര്യമില്ല. അത് ആരെങ്കിലും വലിച്ചു അയാൾ ഫുൾ മൊട്ട് ഇട്ട മൊട്ടൊക്കെ കേടാവും. അതിന് അങ്ങനെ ഇവിടെ നിന്ന് പറക്കി അപ്പുറത്തോട്ട് ഇടണമായിരുന്നു. ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കോരി എടുക്കണം. ബാറ്റില്ല കിച്ചു ചെയ്താലേ കറക്റ്റാണ്. പയ്യൻ നാക്കൊന്നുമില്ല. നാളെ ഇട്ടു. ഓക്കെ. ഹാപ്പി എക്സസൈസിങ്. Thank you. Do you want to help me pick these clothes? തൽക്കാലമില്ല. കള്ളൻ. ഓക്കെ പോ. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ചോദിച്ചില്ലേ ഇതിപ്പോൾ നാളത്തെ വല്ല ന്യൂസിൽ വരും. ഭാര്യയെ സഹായിക്കാത്ത ഭർത്താവ്. ഭാര്യ പാവം എന്തൊക്കെയോ വീട്ടുജോലി ചെയ്യുന്നു. പുള്ളിയാണെങ്കിൽ അപ്പുറത്ത് വലിയ ജാടയിൽ ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്നു. ഈ ഞാനൊക്കെ ഇരുന്ന ഓരോ യൂട്യൂബ് വീഡിയോയുടെ എന്തെങ്കിലും നമ്മളിങ്ങനെ കാഷ്വലി സംസാരിച്ച് മെൻഷൻ ചെയ്തു പോകുന്ന പലതും കാണും. അതിനെയൊക്കെ എടുത്ത് കുത്തിപ്പൊക്കി കുറേ പേര് ഈവൻ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ കിച്ചു പറയും നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ അവർ ജീവിച്ച് പോട്ടെ. ലൈക്ക് വീഡിയോസ് ഉണ്ടാക്കി അവർക്ക് കുറച്ച് വ്യൂ ഒക്കെ കിട്ടി അവർക്ക് കുറച്ച് കാശൊക്കെ കിട്ടത്തിലുണ്ട്. പോട്ട് സാരമില്ല. നമ്മൾ ബോധർ ചെയ്ത കുപ്രസിദ്ധിയിലും എന്താ ആ ആണോ അവിടെ നിന്ന് എന്തോ പറയും. ടെറസിൽ തുണി പകുതി എടുത്തപ്പോഴത്തേക്ക് കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഓടിപ്പിടച്ച് താഴെ വന്നു. അതൊക്കെ സെറ്റിൽ ചെയ്തു. ബില്ലൊക്കെ വാങ്ങി. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ചേഞ്ചും ഇല്ലായിരുന്നു. ക്യാഷേ കയ്യിലില്ലായിരുന്നു. ഇപ്പോൾ ഈ ക്യാഷ്ലെസ് ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. എനിക്ക് ആ ഡ്രൈവർ പയ്യന് എന്തെങ്കിലും കൊടുക്കുന്നത് പുള്ളിയുടെ ഗൂഗിൾ പേ വർക്ക് ആവുന്നത്. ഇപ്പം എപ്പോഴും ഗൂഗിൾ പേ അല്ലേ ചെയ്ത് കൊടുക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആയിരുന്നു. പക്ഷേ ആ പുള്ളിയുടെ നമ്പറിൽ ഗൂഗിൾ പേ ഇല്ല. അപ്പം എനിക്ക് വിഷമമായി. ഞാൻ ഹൻസുനോട് ചോദിച്ചു. ഹൻസുനിൽ എൻ്റെ ഇന്നിരുന്നൊക്കെ എന്തിനൊക്കെയോ ആർക്കൊക്കെയോ കൊടുത്ത് ഫുള്ള് തീർന്നു. കുമാരിയൊക്കെ വന്നപ്പോൾ കൊടുത്ത് ക്യാഷ് തീർന്നു. പിന്നെ ഞാൻ ATM കയറിയതും ഇല്ല, വിഡ്രോ ചെയ്തതും ഇല്ല. അങ്ങനെ ഇരിക്കുന്നു. ഇനി ഞാൻ വീണ്ടും ടെറസിൽ പോയി ബാക്കി തുണികളെല്ലാം പിക്ക് ചെയ്യട്ടെ. രാവിലെ അവിടെ പോയി ഗംഗാവലിയുടെ തൊട്ട് അരുവി കൊണ്ട് കുറിച്ച് മാത്രം അവിടെ കണ്ടം വെച്ചത് ഞാൻ പറയുകയാണ്. ഗംഗിയാറിന്റെ പോയിട്ട് കോയിലൊക്കെ ഇറങ്ങി അതുപോലെ ഗുഡ് മോർണിംഗ്. ഹൻസുവിന് രാവിലെ ഒരു ബ്ലഡ് ടെസ്റ്റിന് പോയി. ഒരു അസുഖമൊന്നും ഉണ്ടായിട്ടല്ല, ആക്നെയൊക്കെ വരുന്നതിന് ഒരു റെഗുലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് അതിന് പോയി. ഹൻസുവിന് ഇന്നിവിടെ കോളേജിൻ്റെ ഡാൻസ് പ്രാക്ടീസോ സംതിങ് ഉണ്ട്. അതിന് വേണ്ടി പോകണം. പിന്നെ അതിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് വേദികയിൽ എൻ്റെ 1-2 ഡ്രസ്സസ് കളക്ട് ചെയ്യാനുണ്ട്, റിപ്പയർ ചെയ്യാൻ. അതിന് വേണ്ടി ഞാൻ വേദികയിലോട്ട് ഒന്ന് കയറുന്നു. ഈ ഒരു പിക്ചർ ഞാൻ ഇതേപോലെ ഒന്ന് വാങ്ങിയിട്ട് മൈത്രിക്ക് കൊടുത്തതാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ ഇറ്റ് ഹിയർ. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഈ ഫ്രഷ് ഫ്ലവേഴ്സ് കാണും. ഐ ഫീൽ സോ ഹാപ്പി. ഇതെവിടെ വാങ്ങിച്ചേ?
ഗ്രീന് ബോഡി പിങ്ക് ലൈറ്റ് ഷെയ്ഡ്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഹൻസിന് വിടാൻ പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ഇറങ്ങി പിന്നെ വരാമെന്ന് പറയും. നല്ല ബ്രൈറ്റ് കേട്ടോ. രസം. ഹൻസു ഫാസ്റ്റിങ്ങിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അതുകൊണ്ട് ഇപ്പോൾ കാറിൽ ഇരുന്ന് ഏത്തപ്പഴം കഴിക്കുന്നു. വേഗം കഴിക്കും. ഞാൻ വെച്ചാൽ നീ കഴിച്ച് തീർന്ന് കാണുന്നത്. വേഗം കഴിക്കുക. നമുക്കിപ്പോൾ പോകണം. ആപ്പിൾ കഴിച്ചോ? കഴിയാറായോ? എത്ര പീസ് ഇവിടെ ഉണ്ട്? 2 വേഗം കഴിക്കട്ടെ. വെള്ളം കുടിക്കേ. എത്ര മണിക്ക് വിളിക്കാൻ വരണം? മെസ്സേജ് ഇടാമോ? 11:30 ഒക്കെ കഴിഞ്ഞു. ബൈ. ഞാൻ വീട്ടിലേക്കുള്ള പച്ചക്കറിയെല്ലാം വാങ്ങി തിരിച്ചെത്തി. ഇനി ഹൻസിനെ ഇച്ചിരി കഴിയുമ്പോൾ വിളിക്കാൻ പോകണം. അത്രയൊക്കെ തന്നെ. ഇന്ന് ഞാൻ ഈ 2-3 ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തത് ഗാലറിയിൽ കിടക്കുന്നതാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. ഐ ഹോപ്പ് യു ഓൾ വിൽ ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാം. എല്ലാവരും മെനി ഓഫ് യു ഓൾ ടെല്ലിങ് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യണം. മാത്യൂസ് കേക്ക് വാങ്ങി തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ഐം തിങ്കിങ് ഓഫ് ഡൂയിങ് ഇറ്റ്. അടുത്ത ആഴ്ചത്തേക്ക് നമുക്കൊരു മാത്യൂസ് കേക്ക് ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എൻ്റെ 5 ലക്ഷം പ്ലസ് ആയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഐ ഡു എ സ്മോൾ സെലിബ്രേഷൻ. ഞാനും മാത്യൂസ് കേക്കും നിങ്ങളും മാത്രം. ഐ എം തിങ്കിങ് ഐ ഹാവിങ് ദാറ്റ് ഇൻ മൈൻഡ്. ഞാൻ വീഡിയോ എൻഡ് ചെയ്യട്ടെ, സൗണ്ട് ആക്കല്ലേ. അപ്പോൾ അത്ര തന്നെ. എൻ്റെ കൈ ഇന്നലെ മുറിഞ്ഞതാണ്. ഇപ്പം എന്നും കൈയും കാലും മുറിയില്ല തന്നെ. എൻ്റെ കൈ 2 ദിവസം പൊള്ളിയത് ഞാൻ കാണിച്ചു തരാം. ഒരു വരുത്താൻ ഇത് കണ്ടോ? അതാണ് 2 ദിവസം പൂരിയാക്കിയപ്പോൾ പൊള്ളിയത്. അപ്പോൾ അത്ര തന്നെ. സീ ഓൾസോ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ഓക്കെ, ബൈ.